Hi everyone. ഇന്ന് നമ്മൾ വന്നേക്കുന്നത് അലോവേര ജ്യൂസിന്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ സിമ്പിൾ ആൻഡ് ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് അലോവേര ജ്യൂസ്. അപ്പോൾ നമുക്ക് വീട്ടിലുണ്ടാവും ചിലർക്ക് അലോവേര വളർത്തുന്നവരുണ്ടെങ്കിൽ അതിൽ നിന്ന് കട്ട് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ വാങ്ങിക്കാൻ കിട്ടും നമുക്ക് മാർക്കറ്റിൽ നിന്ന്, അത് വാങ്ങിക്കാം. അപ്പോൾ എങ്ങനെയാണ് അതിന്റെ റെസിപ്പി ഉണ്ടാക്കണേന്നുള്ളത് നമുക്ക് കാണാം. എന്താ പറയാ, അതിന് വളരെയധികം ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട്. ലൈക്ക് എന്താ പറയാ, ക്യാൻസറിന് നല്ലതാണ്. ക്യാൻസർ വരുന്ന ആൾക്കാർക്ക് അതിനെ ഒന്ന് റെസ്ട്രിക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ലതാണ്. നമ്മുടെ സെൽസിനെയൊക്കെ എന്താ പറയുന്നത്, ഞാൻ ഇതിന്റെ മെഡിക്കൽ ബെനിഫിറ്റ്സ് വായിച്ചപ്പോൾ മനസ്സിലായതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഫ്ലമേഷൻസ് ഉണ്ടെങ്കിൽ ആ ഇൻഫ്ലമേഷൻസ് കുറയ്ക്കാനൊക്കെ ഇത് നല്ലതാണ്. അതുകൊണ്ട് തന്നെ ഇതിന് സ്കിന്നും നമുക്ക് യൂസ് ചെയ്യാം, ഹെയർ ഗ്രോത്തിന് നല്ലതാണ്. അപ്പൊ അതിന് ഒത്തിരി മെഡിക്കൽ ബെനിഫിറ്റ്സ് ഉണ്ട്. അപ്പൊ നമ്മൾക്ക് ഡെയിലി ഒരു ജ്യൂസ് കഴിക്കുകയാണെങ്കിലോ, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ബേണിങ് ഉണ്ടായി കഴിഞ്ഞാൽ ആ ബേൺ ചെയ്ത സ്ഥലത്ത് പറ്റി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ സ്കിന്നിന് എന്തെങ്കിലും ഇറിറ്റേഷൻ ഉണ്ടെങ്കിൽ അവിടെ പറ്റി കഴിഞ്ഞാലൊക്കെ നല്ലതാണ് അലോവേര. അപ്പൊ ഞാൻ ഇതിന്റെ ഒരു ജെൽ റെസിപ്പി ചെയ്യാമെന്ന് വിചാരിക്കേണ്ട, അത് ഞാൻ ലേറ്റർ സ്റ്റേജിൽ ചെയ്യാം. ഇപ്പൊ നമുക്ക് ജ്യൂസ് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. ഓക്കെ, അപ്പൊ എന്റെ വീട്ടിൽ ഇവിടെ അലോവേര ഉണ്ട്. ഞാൻ ചെറിയൊരു ഇതിൽ വളർത്തുന്നുണ്ട്. അപ്പൊ ഞാൻ ഇതിൽ തന്നെ കട്ട് ചെയ്തെടുക്കാമെന്ന് വിചാരിക്കണേ. സോ ദിസ് ഇസ് മൈ അലോവേര. അപ്പൊ ഞാൻ ഇതിൽ നിന്ന് കട്ട് ചെയ്തെടുക്കാം ഒരു പോർഷൻ. ഓക്കെ, സോ ഞാൻ ഇതിൽ നിന്ന് അടിയിൽ നിന്ന് ഓക്കെ ഓക്കെ. ഇപ്പം ഈ 2 പീസാണ് ഞാൻ എടുത്തേക്കണേ. ഒരു ചെറിയ പീസും കൂടി കട്ട് ചെയ്യാം, കാരണം അത് അപ്പം ഇത് ഞാനിപ്പോൾ സ്ട്രെയിറ്റ് അവേ കട്ട് ചെയ്തെടുത്തതാണ്. ഇനി ഇതൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം വെള്ളത്തിൽ നന്നായിട്ട്. ഞാനത് ക്ലീൻ ചെയ്തിട്ട് വരാം. ഓക്കെ, ഓക്കെ. നമ്മൾ ക്ലീൻ ചെയ്യുമ്പോൾ നന്നായി ക്ലീൻ ചെയ്യണം. ഈ ഇപ്പോൾ ഇത് കണ്ടതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോയെന്ന് അറിയില്ല, യെല്ലോ കളറിലൊരു ഇത് വരുന്നുണ്ട്, അത് പോകണം. അപ്പം അത് നന്നായി കഴുകി കളയാം. ഓക്കെ, ഞാൻ നിങ്ങളത് കാണിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞതാ. ഞാൻ ഫുള്ളായിട്ട് ക്ലീൻ ചെയ്തിട്ട് എങ്ങനെ കട്ട് ചെയ്യണേന്ന് കാണിക്കാം. ഓക്കെ, ചെയ്യാൻ പോവാണ്. കട്ട് ചെയ്യുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ സൈഡിലുള്ള ഈ മുള്ളുകൾ ആദ്യം തന്നെ ചെത്തിക്കളയാം. കത്തി വെച്ചിട്ടാണ് ഞാൻ ചെയ്യണത്. ഓക്കെ, ഇത് ഈസിലി പോരുന്നുണ്ട്, അങ്ങനെ പ്രശ്നമൊന്നുമില്ല. ഓക്കെ, ഇതിൻ്റെ ഈ പച്ച കളർ സാധനം ഉണ്ടാവാൻ പാടില്ല, കാരണം വെച്ച് കഴിഞ്ഞാൽ അത് കയ്ക്കും. സോ നമ്മളത് ഫുള്ള് ചെത്തിക്കളയണം. ഇത് എൻ്റെ അലോവേര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയതാണ്. കട്ടിയുള്ളതാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ഒത്തിരി ജ്യൂസിനുള്ള സംഭവം ഉണ്ടാവും. പക്ഷേ ഇതിപ്പോൾ എന്തോരം ഉണ്ടാവും എന്നറിയില്ല. നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇനി കട്ട് ചെയ്തെടുക്കാം. ഓക്കെ, സോ നമ്മുടെ അരം കട്ട് ചെയ്ത് കളഞ്ഞു. ഇനി നമ്മൾ എന്നിട്ട് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ, അപ്പോൾ ഇതിൻ്റെ മിഡിലായിട്ട് നമ്മൾ കട്ട് ചെയ്യാണ്. കനമുള്ള അലോവേരയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ, ഇതിനകത്ത് കുറേ ജെല്ലുണ്ടാവും. ഇപ്പോൾ ഇത് ചെറുതാണ് അലോവേര. ഞാൻ ഇതിനെ 2ആയിട്ട് കട്ട് ചെയ്തു. ഒരു പോഷൻ കൂടി ഇരിക്കട്ടെ. എൻ്റെ ഒരു സ്പൂൺ വെച്ചിട്ട് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മൾ ആ ജെല്ല് ഒക്കെ നിങ്ങൾക്ക് കാണണ്ട. നമ്മളിത് ചെയ്യാൻ വരുന്നതിന് മുന്നേ കൈ നല്ല വൃത്തിയായിട്ട് കഴുകണം കേട്ടോ, കാരണം കയ്യിലാകാതെ ഇതെന്തായാലും ചെയ്യാൻ പറ്റില്ല. ഓക്കെ,
സോ നെക്സ്റ്റ് പീസ് എടുത്തു ഞാൻ. കണ്ടോ, ഒന്നും വേസ്റ്റ് ആക്കണ്ട, എല്ലാവരും സ്കൂപ്പ് ചെയ്തെടുക്കുക. ഇതൊരു ക്വിക്കായിട്ടുള്ള റിഫ്രഷിങ് റെസിപ്പിയാണ്. അപ്പോൾ ഈ ചൂടുകാലമൊക്കെ വരുമ്പോൾ ശരീരം തണുപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ജ്യൂസുകൾ അന്വേഷിച്ച് നടക്കും. അപ്പോൾ നമ്മൾ പുറത്തുനിന്ന് ഒരു ജ്യൂസ് വാങ്ങിക്കണേക്കാളും നല്ലതാണ് നമ്മുടെ വീട്ടിലൊരു അലോവേരയുടെ പോട്ട് വാങ്ങിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്തുനിന്ന് ആവശ്യം അനുസരിച്ച് കട്ട് ചെയ്ത് ജ്യൂസാക്കാം. ഹെൽത്തിയുമാണ്. ഇത്രയാണ് നമുക്ക് ഇതിനകത്തുനിന്ന് കിട്ടിയത്. ഇനി നമ്മൾ ഇത് ജ്യൂസായിട്ട് കഴിക്കണോണ്ട് നമ്മൾ ഒന്നും കൂടി കഴുകിയെടുക്കും. ജസ്റ്റ് ഒന്ന് വെറുതെ ഒന്ന് വാഷ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ക്ലീനിങ് പരിപാടികളൊക്കെ കഴിഞ്ഞു. അപ്പോൾ നമുക്ക് അലോവേര ഇത്രയും കിട്ടി. ഇനി നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മിക്സിയിലിട്ട് അല്ലെങ്കിൽ ജ്യൂസറിലിട്ടിട്ടോ അടിച്ചെടുക്കാം. അപ്പോൾ അടിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു 1/2 കപ്പ് വെള്ളം വേണം. പിന്നെ നമ്മൾ ഇത് ഇങ്ങനെ തന്നെ അടിച്ച് കഴിക്കാം, പക്ഷെ ടേസ്റ്റ് അത്ര സുഖം ഉണ്ടാവില്ല, ചെറിയൊരു കയ്പുണ്ടാവും. അപ്പം അതുകൊണ്ട് നമ്മൾ ഒരു പീസ് ലെമൺ ഇതിലേക്ക് പിഴിഞ്ഞൊഴിക്കും. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, പിന്നെ മിൻറ്റ്, ഇതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് ഇടാം. തുളസിയില വേണമെങ്കിൽ തുളസിയില ഇടാം. പിന്നെ മധുരത്തിന് പഞ്ചസാര അവോയ്ഡ് ചെയ്യുക. ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് മധുരം വേണമെന്നുള്ളവർക്ക് ഹണി ഉപയോഗിക്കാം. അപ്പോൾ ഞാൻ ഇവിടെ ഹണിയാണ് എടുക്കുന്നത്. അപ്പോൾ ഇത് മിക്സിയിൽ ഇട്ടിട്ട് എടുത്തിട്ട് അരിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ സംഭവം റെഡിയാവും. നമ്മൾ അതിലേക്ക് പോവാണ്. പിന്നെ വേറൊരു കാര്യം ഞാൻ പറയാൻ വിട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊളസ്ട്രോളിനും ഇത് നല്ലൊരു റെസിപ്പിയാണ്. അപ്പം നമുക്ക് എന്താ പറയുക, വയറിൽ അടിഞ്ഞുകൂടിയ കൊഴുപ്പ് കുറയ്ക്കുക, അങ്ങനെയൊക്കെ നമ്മൾ ഡയറ്റൊക്കെ എടുക്കുന്ന സമയത്ത് ഈ സാധനം നല്ലതാണ്. അപ്പം നമുക്ക് ഡെയിലി കഴിക്കാൻ പറ്റുന്ന ഈസി ആയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാധനം ആയതുകൊണ്ട് നമുക്ക് ഡയറ്റിൻ്റെ കൂടെ ഇത് ആഡ് ചെയ്യാം. അല്ലെങ്കിൽ ഡെയിലി ഡയറ്റ് ചെയ്യാത്തവരാണെങ്കിലും ഇത് കഴിച്ചു കഴിഞ്ഞാൽ കൊളസ്ട്രോൾ ലെവൽ ഒരു പരിധി വരെ കുറയ്ക്കാനും അതുപോലെ തന്നെ വയറ്റിലെ കൊഴുപ്പ് കുറയ്ക്കാനും പറ്റുന്നതാണ് പറയുന്നത്. അപ്പം ഞാൻ ഇത് ട്രൈ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഞാൻ ഇതിൻ്റെ റിസൾട്ട് എങ്ങനെയാണെന്നുള്ളത് ഞാൻ പറയാം. പക്ഷേ ഹെൽത്തി റെസിപ്പി ആയതുകൊണ്ട് എന്തായാലും നമുക്കതിന് ബെനിഫിറ്റ് ഉണ്ടാവുള്ളൂ. അപ്പം നമുക്ക് ഇത് ജ്യൂസിലിട്ടിട്ട് അടിച്ചെടുക്കാം. ഓക്കെ, അപ്പം നമ്മുടെ ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് മിക്സിയിലിട്ട് കറക്കി എടുത്തു. അത് കഴിഞ്ഞിട്ട് അതൊന്ന് അരിച്ച് പാത്രത്തിലേക്ക് ആക്കി നമുക്ക് സെർവിങ് ഗ്ലാസ്സിലേക്ക് ഇനി ഒഴിക്കാം കേട്ടോ. ഓക്കെ, സോ നമ്മുടെ ജ്യൂസ് റെഡിയാണ്. നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെയാണ്. നല്ല കേട്ടോ. നമ്മൾ എന്താ പറയുക, അലോവേരയുടെ ടേസ്റ്റ് അല്ല അങ്ങനെ വരണേ, ലെമണിൻ്റെയും ഇഞ്ചിയുടെയും എല്ലാത്തിനും കൂടി ഒരു മിക്സ് ഫ്ലേവറാണ് വരുന്നത്. പക്ഷെ നല്ലതാണ് കുടിക്കാനായിട്ട്, നല്ല തണുവായിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഐസ് ക്യൂബ് ആഡ് ചെയ്യാം കേട്ടോ. ഞാൻ പെട്ടിട്ടില്ല.